സ്നേക്കേഴ്സ് ബർഗർ. നമ്മളൊരു ദിവസം രാത്രി വെൽക്കം ബാക്ക് ടു മൈ ഒരു മിനിറ്റ് ആ ഒരു യൂട്യൂബ് ചാനൽ. സോറി, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോ ഞങ്ങൾ ഇന്നൊരു ഫുഡ് ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ബർഗർ ഉണ്ട്, 6 ബർഗർ ഉണ്ട്. അപ്പൊ 6 ബർഗർ വെച്ചിട്ട് നമുക്ക് അതിലേറ്റവും കൂടുതൽ കഴിക്കുന്നത് ആരാണ്, 6 ബർഗറിൽ ഏറ്റവും കൂടുതൽ ആരാ കഴിക്കുന്നത്, ആരുടെയാണ് ആദ്യം കഴിച്ചു തീരുക, അതിനനുസരിച്ചിട്ടാണ് നമ്മള് ടൈമർ വെച്ചിട്ടുണ്ട്. ടൈമർ 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് കാണുന്നുണ്ടോ ഗൈസ്? 10 മിനിറ്റ് ആണ് വെച്ചിട്ടുണ്ട്. അപ്പൊ 10 മിനിറ്റിനുള്ളില് ആരിത് തിന്ന് തീർക്കുന്നോ അവരാണ് വിന്നർ. അപ്പൊ ഞാൻ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വിന്നർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാ വിന്നർ എന്ത് ചെയ്യണം, സൺഡേ കുക്കിംഗ് ഫുള്ള് വിന്നർ. സൺഡേ കുക്കിംഗ് ഫുള്ള് വിന്നറാണ് ചെയ്യുക. അല്ലല്ല, തോൽക്കുന്ന ആളാണ് സൺഡേ കുക്കിംഗ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് കുറച്ചിടാം. കുറച്ച് സ്പേസ് ഒന്ന് സ്നേക്കേഴ്സിന്റെ ബർഗറാണ്. പഞ്ചാബിലുള്ള ഒരു സ്പെഷ്യൽ ബ്രാൻഡാണ് സ്നേക്കേഴ്സ്. ഞാൻ സ്നേക്കേഴ്സ് അല്ല, സ്നാക്കേഴ്സ്. ഞാൻ സ്നേക്കേഴ്സ് വിളിച്ചിട്ട് അവരെന്നെ പറഞ്ഞു സ്നേക്ക് അല്ല, ഇത് സ്നാക്കാണ്, സ്നാക്കേഴ്സ്. നല്ല ബർഗറാണ് ഇത്. നമ്മളിവിടെ വന്നിട്ട് എന്താ പറയാ, അപ്രതീക്ഷിതമായിട്ട് പോയിട്ട് കണ്ട സ്ഥലമാണ് സ്നാക്കേഴ്സ് ബർഗർ. നമ്മളൊരു ദിവസം രാത്രി വിശന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞ് മോമോസും അങ്ങനെ എന്തൊക്കെയോ തേടി നടന്നപ്പോ അവിടെ വെച്ചുകൊണ്ട് സ്നാക്കേഴ്സ്. പിന്നെ ഇത് അഡിക്റ്റ് ആയി. എപ്പോഴും മേടിക്കുന്നത് സ്നാക്കേഴ്സ് ബർഗറാണ് മേടിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല, സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടില്ലേ പോകും. ഓ അങ്ങനെയൊന്നുമില്ല ഗൈസ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കിട്ടും. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ ചടി കാണിക്കണ്ടേ. ഗൈസ് ഞങ്ങളത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കണം. ഇത് എന്റെ 3 എണ്ണം, ഇതിലാരാണ് കൂടുതല് 10 മിനിറ്റിനുള്ളിൽ തിന്നു തീർക്കുക അവരാണ് ഏറ്റവും കൂടുതൽ പോർഷൻ, അല്ലെങ്കിൽ ആദ്യം കഴിച്ചു തീർക്കണാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പെപ്സി ഉണ്ട്, പെപ്സി ഒരെണ്ണെങ്കിലും കുടിച്ച് തീർക്കണം, അങ്ങനെയാണ്. പക്ഷെ അതിനത്ര നല്ലതല്ല. 1 2 3 സ്റ്റാർട്ട്.
കാണിക്കും. അവരെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. അതെല്ലാം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. എല്ലാം എത്താൻ പോകാണ്. ഇത് മനസ്സോറാട്ടോ, ഈ പറഞ്ഞത് മനസ്സോറാട്ടെ തെറ്റിച്ചു. നല്ലതാണ്. സ്വഭാവം കളി പറയില്ല അങ്ങനെടുക്ക്. നമ്മൾ കാണാൻ നിന്നാം. കമന്റ്സ് വിളിക്കാറായിരിക്കും ഗൈസ്. ബർഗറായതുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ വിജയിച്ചേനെ ഉറപ്പാണ്. ബർഗർ അത്ര ഇഷ്ടമല്ല. അതിലേക്ക് കേറില്ല ബർഗർ. അതൊക്കെ പറ്റും. നമ്മളിതൊക്കെ കുറെ കണ്ടിട്ടുണ്ടെന്നാണ്. ഒരു നാളെല്ലാണ്ട് തോറ്റുണ്ട്. ആദ്യത്തെ പറഞ്ഞിൽ നിന്ന് അവസാനിച്ച ആളാ. ഫുഡ് ചലഞ്ചിൽ ഞാൻ ജയിച്ചിരിക്കുകയാണ്. അപ്പോ ഈ സൺഡേയിലും എനിക്ക് എന്റെ കൈ കൊണ്ടിട്ടാണ് ഫുഡ് കഴിക്കാൻ പറ്റും. നന്നായിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ഇനിയും ഞങ്ങള് ഇതുപോലത്തെ ഫണ്ണിയായിട്ടുള്ള ഫുഡ് ചലഞ്ചസും വേറെ ചലഞ്ചസും വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ
അയ്യോ ഗ്യാസ് കയറി. Let's see. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.